നമ്മുടെ നാട്ടിലൊന്നും പള്ളിയിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ ഒരു രസമായിരിക്കും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. Our recitation of the Quran by Allah subhanahu wa ta'ala is a day of celebration even after that particular action has ended. So now that the month of റോഷ്നി അപ്പൊ ഇത് അങ്ങോട്ട് പോട്ടോ, ഞങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഡ്രൈവറില്ല, ഞങ്ങൾ നാലും കയറിട്ടോ. എൻ്റെ ഉള്ളിൽ കൂടെ ശരിക്കും നല്ല പക്ക പ്രൊഫഷണൽ ഡ്രൈവർ. അത് ഞാൻ നിന്നപ്പോ തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് പോവാ. നമ്മള് നാട്ടിൽ ചെന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടെ. ഇത് വേറൊരാൾ തുഴഞ്ഞു വരുന്നുണ്ട്, ആദ്യം കണ്ട ആളല്ലാതെ. വെനീസിലെ ആ ഒരു മോഡൽ ഹഗ്ഗിയാ. പെരുന്നാൾ ഗിഫ്റ്റ് പൊട്ടിക്കാം. ആദ്യം തന്നെ നമുക്കൊരു വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. എല്ലാവർക്കും ഈദ് ആശംസകൾ. നമ്മളിന്ന് ഈദിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചൽസിലെ കിങ് ഫഹദ് മോസ്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് പെരുന്നാൾ നിസ്കരിച്ചതിന് ശേഷം നമ്മുടെ ഈദ് ആഘോഷങ്ങളും ഒക്കെ നമ്മളിന്ന് നമ്മുടെ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇറങ്ങില്ലേ, ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നിസ്കരിക്കാനുള്ള രീതിയിലേക്കാണ് റെഡിയായി ഇറങ്ങിയേക്കുന്നത്. നിങ്ങൾക്ക് സൈഷ നിസ്കരിക്കാനൊക്കെ ഇപ്പോൾ തന്നെ റെഡിയായി നിൽക്കുവാണ്. എന്നടി അതെ, എൻ്റെ പൊന്നോ, ഇതെന്താ? ഓ, മറ്റേ അയക്കാണല്ലോ ലാസ്റ്റ് തന്ന പോലെ. അതെ, Eid Mubarak with love and regards of Usman and family. ഇത് ആരാന്ന് പറഞ്ഞല്ലേ? അതെ, ഉസ്മാൻ. താങ്ക് യു ഉസ്മാൻ. ഈദ് മുബാറക്. അല്ല, അപ്പോൾ അടിപൊളിയാണല്ലോ. നമുക്ക് നേരെ പള്ളിയിലേക്ക് പോട്ടോ. ഗിഫ്റ്റ് കുറേ സംഭവങ്ങളുണ്ടല്ലോ. നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ ചെയ്യണ്ട, ലേറ്റായി. പക്ഷെ എൻ്റെ പൊന്നെ, നമ്മൾ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഉസ്മാനിക്ക, എന്താണെങ്കിലും ഒരുപാട് താങ്ക് യു. നമ്മൾ ബോക്സ് തുറന്നിട്ടില്ല, ഓൾറെഡി ലേറ്റായി. ഞങ്ങൾ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം 1 മണിക്കൂർ നമുക്ക് മറ്റേ ഈ ഒരു പള്ളിയിലേക്ക് എത്താനായിട്ട് വേണം. 3/4 മണിക്കൂർ മതി. ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ 6:20, 6:30 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. 7:30 നിസ്കാരം തുടങ്ങും. അപ്പോൾ നമുക്ക് നേരെ പള്ളിയിലേക്ക് പോകാം. റോഷ്നി കേട്ടോ വണ്ടി ഓടിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പിന്നെ റോഷ്നി ഓടിക്കട്ടെ എന്ന് വിചാരിച്ചു. റോഷ്നി പ്രോ ഡ്രൈവറാണല്ലോ. നമുക്ക് നമ്മുടെ സൈക്കിൾ എടുത്തിട്ട് നമുക്ക് വണ്ടിയിലേക്ക് വയ്ക്കാം. ഇതാണ് നമ്മുടെ സൈക്കിള്. കറക്റ്റ് ഫോൾഡായിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കും. പിന്നെ ഒരു ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു ലൈറ്റ് ഉണ്ട്. മോനോ ഓൺ ചെയ്തപ്പോഴാണ് ഞാനിപ്പോൾ ഇത് കാണുന്നത്. നമുക്ക് 2-3 രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും. യെസ്, നമ്മളൊരു ഗിംബൽ വാങ്ങിട്ടോ. അടിപൊളി ഗിംബലാണ് കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഡിസ്കഷൻ ഇപ്പോൾ ഈ ഉസ്മാനിക്ക ആരാണെന്നുള്ളതാണ് കേട്ടോ. എന്താണെങ്കിലും വലിയൊരു താങ്ക്സ്. നമ്മളേതായാലും അത് ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കും. പിന്നെ കുട്ടികൾ ഒക്കെ വളരെ ഹാപ്പിയാണ്. എന്താണെന്ന് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. അടിപൊളി പെരുന്നാളായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ചെറിയൊരു മഴയാണ് കേട്ടോ. എന്താ ചെയ്യണേ? ഇനി അവിടെ ചെല്ലുമ്പോൾ ഇല്ലാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. യെസ്, അങ്ങനെ നമ്മൾ ലോസ് ആഞ്ചൽസിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 20 മിനിറ്റ് ആയിട്ടോ. നമ്മളിപ്പോൾ ലോസ് ആഞ്ചൽസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഉള്ളൂ ഈ പള്ളിയൊക്കെ ഉള്ള ഏരിയയിലേക്ക്. നമ്മുടെ ഈ പള്ളിയൊക്കെ നിൽക്കുന്ന ഏരിയയുടെ അടുത്തായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ മയൂര എന്ന് പറയുന്ന മലയാളി റെസ്റ്റോറൻറ്റ് ഉള്ളത്. കഴിഞ്ഞ പെരുന്നാളിനാണെന്ന് തോന്നുന്നു നമ്മളവിടെ പെരുന്നാളിന് തന്നെ മയൂരയിൽ പോയി ഫുഡൊക്കെ കഴിച്ചിരുന്നു. അടിപൊളി വ്യൂ ആണല്ലേ. രാവിലെ തന്നെ ടൗണൊക്കെ ഇങ്ങനെ ഉണർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. ലോസ് ആഞ്ചൽസിൻ്റെ മനോഹരമായ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം. അടിപൊളി ബിൽഡിങ്ങുകളുടെയൊക്കെ ഇടയ്ക്കൂടെ പോകാം. നമ്മുടെ ഈ ഗിംബലുള്ളത് കൊണ്ട് നമുക്ക് സൂം ചെയ്യുമ്പോൾ മൊബൈലിനൊരു അനക്കം വരുന്നില്ല കേട്ടോ. നമുക്ക് കംഫർട്ടബിളായിട്ട് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗിംബലിനെ കുറിച്ച് കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അടുത്ത വീഡിയോയിൽ. റോഷ്നി വണ്ടി ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വണ്ടിയിലിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളങ്ങനെ പള്ളിയുടെ ഭാഗത്തേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ഡ്രൈവർലെസ് കാർ കണ്ടോ, അതാ പോകുന്നുണ്ടോ. നമ്മളെപ്പോൾ ലോസ് ആഞ്ചൽസിൽ വന്നാലും ഇപ്പോൾ ഈ ഡ്രൈവർലെസ് കാറുകൾ പോകുന്ന കാണാൻ പറ്റും. ജാഗ്വാർ കാറാണല്ലേ.
വെയ്മോ എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് ഇവിടെ ടാക്സി സർവീസ് നടത്തുന്നത്. കണ്ടില്ലേ, ആ ട്രാക്കിലേക്ക് മാറുന്നു, ഈ ട്രാക്കിലേക്ക് മാറുന്നു. എത്ര സമർത്ഥമായിട്ടാണത് പോകുന്നതെന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് ഡ്രൈവറില്ലാന്ന് നമുക്ക് തോന്നും അല്ലേ. കുറേ നേരമായി നമ്മുടെ മുമ്പിലും സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട്. കണ്ടോ, ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലേക്ക് ലൈൻ ചേഞ്ച് ചെയ്യുന്നു, റൈറ്റിലേക്ക് ലൈൻ ചേഞ്ച് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്നു എനിക്ക്. പള്ളിയിലേക്ക് എത്തി, ഇതേ പള്ളിയിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ടോ. ഇതാണ് പള്ളി. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി പാർക്ക് ചെയ്തിട്ട് വരാം. തിരക്കായി ഓൾറെഡി. ഇതാ പള്ളിയിലേക്ക് പോകുന്നവരെ കാണാം. പള്ളിയിലേക്ക് പോകുന്നവർ. ഇതേ വീണ്ടും അടുത്ത ഡ്രൈവർലെസ് കാറ്. നമ്മൾ ലേറ്റായിട്ട് 7:29 7:30ക്കാണ് നിസ്കാരം. നല്ല അടിപൊളി ഒരു ക്ലൈമറ്റാണ് കേട്ടോ. വലിയ തണുപ്പില്ല, എന്നാൽ അത്യാവശ്യം നല്ല ഒരു കാലാവസ്ഥ. കുറേ നടന്നു അല്ലേ? എല്ലാവരും നടന്ന ആവശ്യതയായിട്ടോ. കുറച്ച് ഉയർത്തി വയ്ക്കാം നമുക്ക്. പോലീസ് വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. അലൈഹിസ്സലാം. നിസ്കാരം തുടങ്ങാറായെന്ന് തോന്നുന്നു. ഉണ്ടോ? ഒരുപാട് ആളുകൾ പോകുന്ന നമ്മൾ കണ്ടത്. നിസ്കാരം തുടങ്ങാറായി. ഇതാണ് കേട്ടോ പള്ളി. നമ്മൾ ലേറ്റായിട്ടുണ്ട്. റോഷനി, നിങ്ങൾ നിസ്കരിക്കുന്നവർക്ക് നിസ്കരിച്ചോ, എന്നിട്ട് ഞങ്ങൾ കഴിയുമ്പോൾ വിളിക്കാം കേട്ടോ. ഓക്കെ. സമയം 7:30 നിസ്കാരം തുടങ്ങുന്ന സമയം കേട്ടോ. അപ്പോൾ പള്ളി ഫുള്ളായി. നമ്മളിപ്പോൾ പുറത്ത് നിസ്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നിസ്കരിക്കാം. അവിടെ ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ നിസ്കരിക്കാം. നമ്മളറിയുന്ന ആളുകൾ ഒരു ഫാമിലി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെത്തിയൊന്നും അറിയില്ല. എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. വേണ്ട, പള്ളിയുടെ അകത്ത് കയറാൻ പറ്റുവാണെങ്കിൽ കയറട്ടെ. നമ്മൾ കഴിഞ്ഞ വർഷം വന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അകത്ത് കയറാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ കയറി നമുക്ക് പിന്നെ വീഡിയോ എടുക്കാം. മോന് പാടാ. നമുക്ക് എന്താ, മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് ഇവർ വിരിക്കാതിരുന്നതായിരിക്കും. അതാണ് ലേറ്റായതും ഒരു പക്ഷേ. അപ്പോൾ മഴയില്ലായിരുന്നെങ്കിൽ ഓൾറെഡി ഇതായി കാണുന്ന കാർപ്പറ്റൊക്കെ ഓൾറെഡി വിരിച്ചിട്ടുണ്ടാവുമായിരുന്നു. മഴയത്ത് വിരിച്ചു കഴിഞ്ഞാൽ നനഞ്ഞ് ഇതായി പോവല്ലോ. പള്ളിയൊക്കെ അലങ്കരിച്ചിരിക്കുന്നുണ്ടോ? നല്ല രസമല്ലേ? കല്യാണത്തിനൊക്കെ ചെയ്യുന്ന പോലെ അല്ലേ? നമ്മുടെ നാട്ടിലൊന്നും പള്ളിയിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ ഒരു രസമായിരിക്കും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഇത് കിങ് ഫഹദ് മോസ്കാണ് കേട്ടോ. ഫഹദ് രാജാവാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചത്. അവിടുത്തെ 2ാമത്തെ നിലയിൽ സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ നിസ്കരിക്കുന്നത് അവിടെയാണ്. താഴത്തെ നിലയിൽ നമ്മൾ മുമ്പ് പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ പോകാം കേട്ടോ. നിസ്കരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. നിസ്കാരം തുടങ്ങും കേട്ടോ. നമുക്ക് നിസ്കരിക്കാം. الله أكبر 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 الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. آمين. الذين لا يشهدون الزور وإذا مروا باللغو مروا كراما. الله أكبر. الله الله
السلام عليكم ورحمة الله. അസ്സലാമു അലൈക്കും. നിസ്കാരം കഴിഞ്ഞു കേട്ടോ, ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. പെട്ടെന്ന് തന്നെ നിസ്കാരം ആയായിരുന്നു നമ്മൾ എത്തിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് വിശദമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അവിടെ കുറേ സ്ത്രീകളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. റോഷനിയൊക്കെ അകത്തേറി നിസ്കരിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പല പള്ളികളും ട്രൈ ചെയ്ത് അവസാനം ഇത് നമ്മുടെ പെരുന്നാൾ നിസ്കാരത്തിന് ഇതിപ്പോൾ 3ാമത്തെ പള്ളിയുണ്ട്. പല വർഷങ്ങളായിട്ട് വന്നിട്ട് നമുക്കൊരു ചെറിയൊരു ഓട്ടപ്രദക്ഷിണം നടത്താം പള്ളിയുടെ എല്ലാ ഭാഗത്തുകൂടിയും. ബാഗ് മോൻ്റെ കയ്യിലില്ലേ? എല്ലാവരും നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും പോകും കേട്ടോ. ഷൂട്ടനോ? ഷൂട്ട പള്ളിയുടെ അകത്തേക്ക് കയറാൻ പറ്റില്ലടാ, അകത്തേക്ക് കയറാൻ പറ്റില്ല. വാ, നിസ്കാരം കഴിഞ്ഞെങ്കിൽ നമുക്ക് പള്ളിയുടെ അകത്തേക്കൊന്ന് കയറാൻ പറ്റുമെന്ന് നോക്കാം. സോറി. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا. That's good. My dear brothers and sisters, it is my honor to congratulate you all today on this auspicious occasion of Eid al-Fitr al-Mubarak. تقبل الله منا ومنكم صالح الأعمال. May Allah subhanahu wa ta'ala accept from us and from you all good deeds. We thank Allah subhanahu wa ta'ala that He allowed us to completely and successfully perform our duties during the month of Ramadan. May Allah subhanahu wa ta'ala accept our fasts. May Allah subhanahu wa ta'ala accept our standing in prayer. May Allah subhanahu wa ta'ala accept our recitation of the Quran. May Allah subhanahu wa ta'ala accept our dua. May Allah subhanahu wa ta'ala accept our charity. And may Allah subhanahu wa ta'ala accept everything that we tried to put forward. And may He forgive our mistakes. And may He pardon our shortcomings and our faults. Allah subhanahu wa ta'ala prescribed the day of Eid al-Fitr to be a day of gratefulness and to be a day of exalting the name of Allah subhanahu wa ta'ala. We thank Allah subhanahu wa ta'ala that He guided us to this beautiful and true religion, the religion of Islam. We thank Allah subhanahu wa ta'ala that He guided us to be from amongst the people who observe the fast during the month of Ramadan. We thank Allah subhanahu wa ta'ala for the guidance that He has given us. As Allah subhanahu wa ta'ala says, وَلِتُكْمِلُوا الْعِدَّةَ وَلِتُكَبِّرُوا اللَّهَ عَلَى مَا هَدَاكُمْ وَلَعَلَّكُمْ تَشْكُرُونَ. Allah subhanahu wa ta'ala wants for us to complete the days of fasting and then to magnify the name of Allah subhanahu wa ta'ala, exalt the name of Allah subhanahu wa ta'ala by saying Allahu Akbar. Due to the fact that He guided us, we exalt His mention and we mention His greatness with this takbir, Allahu Akbar, وَلَعَلَّكُمْ تَشْكُرُونَ, and so that you may be thankful. So we are grateful to Allah subhanahu wa ta'ala for this beautiful day. We are grateful to Allah subhanahu wa ta'ala for this opportunity. And we thank Allah subhanahu wa ta'ala for His guidance and for His blessings upon us. If we were to try to enumerate the blessings of Allah subhanahu wa ta'ala upon us, we would never be able to count them. وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا إِنَّ الْإِنسَانَ لَظَلُومٌ كَفَّارٌ. If you were to try to enumerate the favors of Allah subhanahu wa ta'ala, you would never be able to quantify them. You would never be able to count them.
So we ask Allah subhanahu wa ta'ala to make us from the people who recognize His favors upon us, and we ask Allah subhanahu wa ta'ala to make us from His thankful servants. Allah subhanahu wa ta'ala mentions that those who are thankful are only a few. He says, وَقَلِيلٌ مِّنْ عِبَادِيَ الشَّكُورِ, and only a few of my servants are grateful. We ask Allah subhanahu wa ta'ala to make us amongst those few. May Allah subhanahu wa ta'ala make us amongst the grateful ones. Ameen. Allahu Akbar, Allahu Akbar, Allahu Akbar. La ilaha illallah, Allahu Akbar, Allahu Akbar. Walillahi alhamd. My dear brothers and sisters, the day of Eid is a day of celebration. It is a day of bounty. It is a day of unity amongst the ummah. If we look amongst ourselves today, we see Muslims from all different races. We see Muslims of all different colors. We see Muslims who speak different languages. We see Muslims from different cultures. We see Muslims from different social and economic backgrounds, all praying together side by side, united under the fact that we worship Allah subhanahu wa ta'ala alone. Allah subhanahu wa ta'ala says, إِنَّمَا الْمُؤْمِنُونَ إِخْوَةً, surely the believers are one brotherhood. And Allah subhanahu wa ta'ala says, إِنَّ هَذِهِ أُمَّتُكُمْ أُمَّةً وَاحِدًا, and surely this brotherhood, and may Allah subhanahu wa ta'ala grant us this unity. And it is only Allah subhanahu wa ta'ala who can bring the hearts together like this. No one else can do this. It is only Allah subhanahu wa ta'ala who can do this. Allah subhanahu wa ta'ala says, وَأَلَّفَ بَيْنَ قُلُوبِهِمْ لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم ولكن الله ألف بينهم إنه عزيز حكيم. Allah subhanahu wa ta'ala is the one who brought their hearts together. If you were to spend everything in this earth to bring their hearts together, you would not be able to bring their hearts together, but Allah subhanahu wa ta'ala brought them together. Surely He is the Almighty and the All-Wise. So we thank Allah subhanahu wa ta'ala for this beautiful unity, and we ask Allah subhanahu wa ta'ala to allow this ummah to unite upon the truth in all ways. Ameen. Allahu Akbar, Allahu Akbar, Allahu Akbar. La ilaha illallah, Allahu Akbar, Allahu Akbar, walillahi alhamd. My dear brothers and sisters, one of the signs of the acceptance of a good action is that Allah subhanahu wa ta'ala allows you to remain upon the path of righteousness even after that particular action has ended. So now that the month of Ramadan has ended and we have become disciplined, we have become people who are attached to ibadah and attached to the Quran and attached to calling upon Allah subhanahu wa ta'ala, keep the spirit of Ramadan alive. Some of the great scholars of the past, they used to say, بِئْسَ الْقَوْمُ الَّذِينَ لَا يَعْرِفُونَ اللَّهَ إِلَّا فِي رَمَضَانَ. The worst of the people are those people who know Allah subhanahu wa ta'ala only in Ramadan. They did their responsibilities. Don't be like these people. Be from those who remain upon the path of righteousness now that the month of Ramadan has ended. Stay upon the path of obedience, and this is a sign that inshaAllah your Ramadan is accepted. May Allah subhanahu wa ta'ala accept it from us and from you. Ameen. Allahu Akbar, Allahu Akbar, Allahu Akbar. La ilaha illallah. Allahu Akbar, Allahu Akbar. Walillahi alhamd. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بهدي سيد المرسلين. أقول ما تسمعون وأستغفر الله العظيم الجليل لي ولكم ولجميع المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. وأشهد أن سيدنا ونبينا محمدا عبده ورسوله بلغ الرسالة وأدى الأمانة ونصح الأمة كشف الله جل وعلا به الأمة تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. الله أكبر، الله أكبر، الله أكبر. لا إله إلا الله، الله أكبر، الله أكبر ولله الحمد. My dear brothers and sisters, the day of Eid is a day of happiness and it is a day of celebration. But at the same time, we do not forget the plight of our brothers and our sisters who are suffering in different parts of the world. The Prophet Muhammad sallallahu alayhi wa sallam said, مثل المؤمنين في توادهم وتراحمهم وتعاطفهم مثل الجسد إذا اشتكى منه عضو تداعى له سائر الجسد بالسهر والحمى.
the likeness of the believers in terms of the mutual love and mercy and compassion that they have towards one another is like one body. If one part of the body is ill, then the whole body feels the effect of that in terms of fever and fatigue. So we know that we have brothers and sisters in this. And we recognize the fact that we have blessings that many of our brothers and sisters around the world do not have. So we feel for them and we ask Allah subhanahu wa ta'ala to grant them relief from the distress that they are in. We ask Allah subhanahu wa ta'ala to grant relief to our brothers and our sisters in Gaza and in Palestine in general who have been suffering for so long. May Allah subhanahu wa ta'ala grant them relief and may Allah subhanahu wa ta'ala grant them victory over their oppressors. We ask Allah subhanahu wa ta'ala to have mercy upon our brothers and our sisters who died in the earthquake in Burma a few days ago. It was something that was very sad to see. May Allah subhanahu wa ta'ala accept them from the shuhada and may Allah subhanahu wa ta'ala have mercy upon them and give patience to their families. And we have so many brothers and sisters in different countries and different parts of the globe who are suffering in different ways. We ask Allah subhanahu wa ta'ala to grant them all relief. We ask Allah subhanahu wa ta'ala to make things easy for them. And we ask Allah subhanahu wa ta'ala to facilitate their lillahi alhamd. هذا وصلوا وسلموا رحمكم الله على الرسول المجتبى والنبي المصطفى كما أمركم بذلك ربكم جل وعلا فقال عز من قائل إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك على نبينا وحبيبنا محمد بن عبد الله കറക്റ്റ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും മഴ തുടങ്ങിയിട്ടോ. ഷൂ ഒക്കെ നനഞ്ഞു. മോനു ഫോൺ ജനറലാക്കി ഉച്ചയ്ക്ക് എവിടെ നോക്കിയേ. ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ഇടയിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. എല്ലാവരെയും ഒന്ന് കാണാം. ഇവിടുത്തെ ആ ഒരു പെരുന്നാളിൻ്റെ ആളുകൾ കൂടുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തിരക്കും ഒക്കെ നമുക്ക് കാണാം. മഴയായതുകൊണ്ട് എല്ലാവരും തിരക്കിലാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഹറിയായിട്ട് വീട്ടിലേക്ക് പോകാനുള്ള ഒരു തിരക്കിലാണ്. ഞങ്ങളിപ്പോൾ ഓൾറെഡി ഒരു 15 മിനിറ്റോളം നിസ്കാരത്തിന് ശേഷം പള്ളിയുടെ അകത്ത് ഇരുന്നല്ലോ. അതിന് ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് പോയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോസ് ആഞ്ചൽസിലെ പള്ളിയിലാണ്. പുറത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഓക്കെ, പുറത്ത് ആ എൻട്രൻസിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറ. റോഷനിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇവിടെ ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ ചായ കൊടുക്കുന്നുണ്ട്. ഇവിടെ ലേഡീസൊക്കെ വന്ന് നിൽക്കുന്നു. ലേഡീസൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, അങ്ങോട്ടേക്കാണ് കൂടുതൽ ആളുകൾ നിൽക്കുന്നത്. നമ്മൾ ഒരുപാട് ദൂരെ പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. കുറച്ചുകൂടി നേരത്തെ വരാൻ കഴിഞ്ഞില്ല, അത് വലിയൊരു ബുദ്ധിമുട്ടായിപ്പോയി. എന്താണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോകാം. എൻട്രൻസിലാ? അല്ല, ഇവിടെ വരാന്നാണോ പറഞ്ഞേ? ഇത് ഭയങ്കര നമുക്ക് കുറച്ച് അകത്തേക്ക് പോയാലോ എല്ലാവരും. വന്നോ, ഫോൺ എടുത്തോ? മലയാളീസാണോ? അസ്സലാമു അലൈക്കും. അതെ, നമ്മളെവിടെയോ പരിചയപ്പെട്ടു. ആ ഓക്കെ ഓക്കെ. നമ്മൾ 2 മലയാളീസിനെ ആദ്യമായിട്ട് ഇവിടെ പള്ളിയിൽ പോയിട്ട് കണ്ടിരിക്കുകയാണ് കേട്ടോ. ഷിയാബുഖാനെ നമുക്ക് മുമ്പ് പരിചയമുണ്ട്.
പേരെങ്ങനെ? റഫീഖ് അല്ലേ? എവിടെ നാട്ടിലെവിടെ? കാസർഗോഡ് അല്ലേ? എന്താ മോൻ്റെ പേര്? കൈകോട്. ജാഹിദ്. ഓക്കെ. അപ്പം ആണോ? അത് ശരി. ഓക്കെ ഓക്കെ. നമുക്ക് എല്ലാ മലയാളീസിനും ഒന്ന് കണ്ടു കളയാം. അതായത് വൈഫ് റോഷനിയൊക്കെ ഇറങ്ങി. നമ്മൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇത്രയും ആളുകൾ എവിടെ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് എന്തായാലും ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. എല്ലാവരുടെയും ഇടയിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കുകയാണ്. എല്ലാ രാജ്യക്കാരും ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ സാധാരണ നമ്മളൊന്നുകിൽ മലയാളി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏഷ്യൻ ആ ഒരു രീതിയിലാണ് പോവാറ്. ഇവിടെ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യത്തു നിന്നുള്ള മുസ്ലിംസും ഇവിടെയുണ്ട്. കാറുകൾ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്താണ് ചായയും കടിയൊക്കെ ഉള്ളത് കേട്ടോ. അവിടെ ഇവിടെ അതുകൊണ്ട് നല്ല തിരക്കാണ്. चालू हो गया वहाँ पर ईद मुबारक. വണ്ടികൾ പോകാനായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇത്രയും ആളുകൾ എവിടെ നിന്നേന്നാണ് കേട്ടോ നമുക്ക് കൺഫ്യൂഷൻ. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ജനങ്ങളെ നമ്മൾ കാണുന്നത്. നമ്മുടെ കൂടെ വന്നവരെ കാണുന്നില്ല. നമുക്ക് പോയാലോ? അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. ഈദ് മുബാറക്. യെസ്, അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് വണ്ടിയിലേക്ക് പോകണം കേട്ടോ. നല്ല മഴയുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മഴ നനഞ്ഞ് നമ്മളാകെ അവശതയാവും. ഇപ്പോൾ നമ്മുടെ ഷൂ മൊത്തം നനഞ്ഞിരിക്കുകയാണ്. കാരണം ഷൂ ഊരി പുറത്ത് വെച്ചിരുന്നുകൊണ്ട്
മഴ നനയാതെ ആളുകൾ മാറി നിൽക്കുന്നുണ്ടോ? നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്ന ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്തിലാണ്. ഇനി അവിടം വരെ നമുക്ക് നടന്ന് പോകാനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നിസ്കാരം? ആണോ? നിങ്ങൾക്ക് കറക്റ്റ് എത്താൻ പറ്റിയോ അവിടെ? അതെ, ഞങ്ങൾക്കും സമയമുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ആളുകൾ പുറത്തൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുവാണ് കേട്ടോ. എല്ലാ രാജ്യക്കാരും ഉണ്ട്. ഈ വണ്ടികൾ മുഴുവൻ ഈ ഒരു പെരുന്നാളിൻ്റെ നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. ഹായ്, ഈദ് മുബാറക്. നമ്മുടെ കുടയുണ്ടായിരുന്നു, വണ്ടിയിലായി പോയി. പക്ഷേ പെരുന്നാളിൽ അടിച്ചു പൊളിക്കുകയാണല്ലേ? യെസ്. ഓ, നിങ്ങൾ മൈലാഞ്ചി ഒക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? മൈലാഞ്ചി കാണിച്ചേ. അടിപൊളി, സൂപ്പറായിട്ട് മൈലാഞ്ചി ഒക്കെ ഇട്ടു. ഓക്കെ, ആ മഴ മാറിട്ടോ. ചെറിയൊരു മഴയും പിന്നെ വെയിലും നല്ലൊരു തണുപ്പും, നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. മഴ മാറിയല്ലേ? ഓക്കെ. ഐഷ, നിസ്കാര കോസ്റ്റ്യൂമൊക്കെ മാറ്റിയില്ലേ? ഓക്കെ. ആ നിൽക്കുന്നത് നമ്മൾ ആദ്യം കണ്ട മലയാളി ഫാമിലീസാണ്. നമ്മൾ തിരക്കിൻ്റെ ഇടയ്ക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ അവരെ കാണാൻ പറ്റിയില്ല. അവരൊക്കെ നാട്ടിലേക്കൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. യെസ്, മലയാളീസ് ഇവിടെ ഭയങ്കര കുറവാണ് കേട്ടോ. അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ പോകുമ്പോൾ മലയാളീസ് തീരെ ഇല്ല. വളരെ കുറച്ച് ഫാമിലീസ് മാത്രമേ ഉള്ളൂ. അവരൊക്കെ പല സ്ഥലത്തുകൂടിയാണ്. പള്ളിയുടെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ തിരക്കൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ മാറിയാൽ മഴയിൽ അപ്പോൾ ഇതില്ലായിരുന്നെങ്കിൽ അടിപൊളിയായതിനെ. പള്ളി കഴിഞ്ഞ് പോകുന്ന ആളുകളാണ് പോകുന്നതൊക്കെ. അപ്പോൾ മഴയില്ലായിരുന്നെങ്കിൽ നല്ല സൂപ്പറായതിനെ കേട്ടോ. പക്ഷെ മഴയുള്ളതും ഒരു രസമായിരുന്നു. മഴയുടെ ആ ഒരു ചെറിയൊരു ചാറ്റൽ മഴ, വലിയ മഴയില്ലായിരുന്നല്ലോ, നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള മഴയില്ലായിരുന്നു. പക്ഷെ മഴയുടെ ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും പോകുമല്ലോ. നമ്മൾ ആദ്യം വന്നപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് കാറുകളായിരുന്നു. യെസ്, നമ്മൾ എത്തിയിട്ടോ. ആണോ? അസ്സലാമു അലൈക്കും. ഫർസാദ്, ഈദ് മുബാറക്. ഓക്കെ, പള്ളിയിൽ വെച്ച് കാണാൻ പറ്റില്ല അല്ലേ? ആണോ? ഞാൻ അവിടെ വെച്ച് നോക്കിയായിരുന്നു, കാണാൻ പറ്റില്ല. ഫർസാദിൻ്റെ വൈഫും ഉണ്ട്, റോഷനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഫർസാദിക്ക് അടുത്ത് ഈദ് മുബാറക് പറ. എന്താ പരിപാടി ഇനി നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? യെസ്, അങ്ങനെ നമ്മൾ ഫർസാദിനെയും ഫാമിലീനെയും കണ്ടു. വളരെയധികം സന്തോഷമായി. കാരണം നമുക്കിവിടെ അറിയാവുന്ന കുറച്ച് ഫാമിലീസിൽ നമ്മളായിട്ട് വളരെയധികം എപ്പോഴും കാണും, ബന്ധപ്പെടുകയും ചെയ്യുന്നൊരു ഫാമിലിയാണ്. വളരെയധികം സന്തോഷമായി. അപ്പോൾ അവർ ഇതെല്ലാം കഴിഞ്ഞ് അവർ പോയി. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ലോസ് ആഞ്ചൽസിൽ നമ്മൾ ആദ്യം കാണിച്ചു തന്നല്ലോ ആ ഒരു ഡ്രൈവർലെസ് കാറ്. അപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് നമ്മൾ ആലോചിക്കുന്നതാണ് നമുക്ക് ഈ ഡ്രൈവർലെസ് കാറിലൊന്ന് കയറി ഒന്ന് യാത്ര ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ആഘോഷം ഈ ഡ്രൈവർലെസ് കാറിലാവട്ടെ. അപ്പോൾ നമുക്ക് അത് ബുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. വെയ്മോ എന്നാട്ടോ അതിൻ്റെ ആപ്പിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ പോവാണ്. ഒരു $12 അതിൻ്റെ കാണിക്കുന്നത്. ആപ്പിൽ കയറിയിട്ട് നമ്മളൊരു വെനീസ് കനാൽ ഹിസ്റ്റോറിക് ഇത് കൊടുത്തു. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിങ്ങനെ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്തു. അപ്പം ഇനി എന്താ കാണിക്കുന്നതെന്ന് നോക്കാം. യുവർ റൈഡ് ഈസ് ബുക്ക്ഡ്. എൻ്റെ അമ്മേ, $25 കട്ടായിരിക്കുന്നത്. $12 കാണിച്ചിട്ട് $25 കട്ടായിട്ടോ. ഫൈൻഡിങ് യു ദ ബെസ്റ്റ് കാർ ഫോർ യുവർ ട്രിപ്പ്. നമ്മുടെ ഊബർ കാണിക്കുന്ന പോലെ തന്നെയാണ് കാണിക്കുന്നത്. സി യു ഇൻ 4 minutes. ഓക്കെ, ആദ്യമായിട്ടൊക്കെ ഇപ്പോൾ നമ്മൾ പോകാൻ പോവാണ് ഡ്രൈവർ ഇല്ലാത്ത കാറിൽ. എൻ്റെ പൊന്ന്, ഫൈൻഡ് മൈ പിക്കപ്പ് കൊടുത്തു. 4 minutes അവേ എന്നാണ് കാണിക്കുന്നത്. ഹെഡ്സ് അപ്പ് വെൻ യൂസിങ് നാവിഗേഷൻ, ഗോട്ട് ഇറ്റ്. ഫൈൻഡ് മൈ പിക്ക് 30 feet ബിഹൈൻഡ് യു. നമ്മൾ എവിടെ നിൽക്കേണ്ടതെന്നുള്ള കാണിക്കുന്നുണ്ട്. നമുക്ക് കാറ് ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം. 30 അടി പുറയിലാണ് നിൽക്കേണ്ടതാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. സ്റ്റാർട്ട് വാക്ക് കൊടുക്കാം. ഓക്കെ, യു ഹാവ് അറൈവ്ഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഒന്ന് നിർത്തുമായിരിക്കും. കുട എടുത്തോ. ആ, വെരി ഗുഡ്. 5 minutes. ആ, സൈക്കിള് എടുക്കണ്ട, സൈക്കിൾ അവിടെ ഇരുന്നോട്ടെ.
5 മിനിറ്റ് കാർ വെയിറ്റ്സ് 5 മിനിറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആദ്യം 4 മിനിറ്റ്സ് ആയിരുന്നു, ഇപ്പോൾ 5 മിനിറ്റ്സ് ആയി. ഒരു ഡ്രൈവർലെസ് കാർ അതിൽ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ വണ്ടി വന്നിട്ടില്ല, ഇപ്പോഴും 2 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റ്സ് ആയി. യെസ്, നമ്മുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. ദേ വന്നോക്ക്. ഇതാണ് മെയിൻ റോഡ്, പക്ഷെ മെയിൻ റോഡിൽ നിന്നല്ല, അതേ സൈഡിൽ നിന്നാട്ടോ വരുന്നേ. വാ ഇങ്ങോട്ട് വേടാ. അതേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വരുന്നു. ദേ ഈ റൈഡൊന്ന് കാണിക്കുന്നുണ്ട് റോഷിനി. അപ്പോൾ ഇതേ അങ്ങോട്ട് പോട്ടോ, ഞങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ ബാ, ഇപ്പം എല്ലാവരും കയറിയേക്കാം. ബാ ഇങ്ങോട്ട് വരുവാണോ? ദേ എൻ്റെ പൊന്നെ, അത് തന്നെ തിരിച്ചിട്ട് നിർത്തും കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് കയറാം. കയറി കയറി കയറി. ഇതെങ്ങനെ തുറക്കണേ? ഇതിലാണല്ലോ തുറക്കണേ. ഇതെന്താ? അൺലോക്ക് കാർ അൺലോക്ക്. ഇത് തന്നെ തുറന്നു വന്നു കേട്ടോ. വാ കയറ ഐഷ, കയറ. ഡ്രൈവറില്ല. എൻ്റെ പേര് ഞങ്ങൾ നാലും കയറിട്ടോ. അപ്പൊ ഇനി ഇതിനകത്ത് എന്നെ കാണിക്കുന്നത് കേട്ടോ. സ്റ്റാർട്ട് റൈഡ് എന്ന് കൊടുത്താലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളത്. ഇവിടെ ഗുഡ് മോർണിംഗ് എഴുതി കാണിക്കുന്നുണ്ട്, സ്റ്റാർട്ട് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അവിടെ സ്റ്റാർട്ട് സ്ക്രീൻ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു ഇതൊക്കെ സ്റ്റാർട്ട് കൊടുത്തോട്ടോ മോനെ. അപ്പൊ വണ്ടി എടുത്തു. എന്നാ പറയണെന്ന് കേട്ടോട്ടോ. ഉണ്ടല്ലേ ബാക്ക് സീറ്റ് കാർഡോ? കാർഡെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ പൊന്നെ തന്നെ എടുത്ത് പോണട്ടോ വണ്ടി. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് നമ്മള്. എൻ്റെ പൊന്നോ, അതെ, നല്ല അടിപൊളിയാണ്. നല്ല കാറല്ലേ? ഇതൊക്കെ എന്ത് സ്പീഡിലാണ് പോണെന്നൊക്കെ. എന്താ പറയണേന്ന് ഒന്ന് നോട്ട് ചെയ്തോട്ടോ. യു വിൽ അറൈവ് ഇൻ 9 മിനിറ്റ്സ് ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നേ. ഇതൊക്കെ ഇതെങ്ങോട്ടാ? ഇവിടെ യു ടേൺ അടിക്കണായിരിക്കും ചിലപ്പോഴേ. എൻ്റെ പൊന്നെ, ഇത് മെയിൻ റോഡിൽ പോകണതിന് പകരം ഉള്ളിലേക്ക് കയറിയിടാം. ഭയങ്കര വീശി ഇത്തിരി സ്പീഡിലൊക്കെ ആയിട്ട് എടുക്കണേ. നമ്മളൊന്നും സാധാരണ എടുക്കണേ പതുക്കെ വളച്ചിട്ടൊന്നും പതുക്കെ ഇതായിട്ടൊന്നും അല്ല എടുക്കുന്നേ. കൊള്ളാം. അതെ, ആ കാറവിടെ കിടക്കട്ടെ. അപ്പം അത് പെട്ടെന്ന് നമ്മൾ എടുക്കണേക്കാളും ഫാസ്റ്റ് ആക്ഷനിലാണ് തിരിച്ച് വെട്ടിച്ചൊക്കെ മാറ്റി എടുക്കുന്നേ. എന്തല്ലേ എൻ്റെ പൊന്നു, ഇതൊരു അത്ഭുതം കേട്ടോ. അത് കാറുകളൊക്കെ പോകുന്നതിൻ്റെ അത് കാണിക്കുന്നുണ്ട്. ഇത് സിഗ്നൽ ഓണായപ്പോൾ വണ്ടി തന്നെ എടുക്കുന്നു. ഇത് ഒരാളതിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്ത് കൃത്യമായിട്ടാണ് ട്രാക്കിലേക്ക് കയറുന്നതെന്ന് നോക്ക്. അവിടെ നിന്ന് കാണാൻ പറ്റണ്ട. ഡ്രൈവർ ഇല്ല ഗൈസ്, ഡ്രൈവർ ഇല്ല. ഇതൊക്കെ പേടിയാവുക. എൻ്റെ പൊന്നെ, ഇതൊക്കെ നമ്മള് എന്താ പറയുന്നേ, പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ചിന്തിക്കാൻ പറ്റില്ലാത്തൊരു സംഭവമാണ്. പെട്ടെന്ന് വളയ്ക്കും. അതെ, ഒരു വണ്ടി അവിടെ പെട്ടെന്ന് എടുക്കും കേട്ടോ. അപ്പോൾ അവരെ ഭയങ്കര ക്ലോസ് ആയിട്ട് 2 വണ്ടികൾ പോകണേ. സ്റ്റിൽ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാണെന്നല്ലേ. ഇതൊക്കെ നിർത്തുന്നത് കറക്റ്റ് ഫ്രണ്ടിലെ 2 ടയർ കാണാൻ പാകത്തിന് ആ ഒരു ഗ്യാപ്പിലായിട്ട് നിർത്തിയേക്കുന്നേ. എൻ്റെ പൊന്നെ, ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി.
കുറേ നാളായി നമ്മൾ ലോസ് ആഞ്ചൽസിൽ വരുമ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ നമുക്ക് എന്താ പറയുന്നത്, ഇന്ന് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു സമയം കിട്ടി. ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല. ഇവിടെ തിരിയുന്നൊക്കെ അന്ന് കാണിച്ചത് 2 ലൈനാണ് ഇവിടെ തിരിഞ്ഞു പോകുന്നത്. ആ 2 ലൈനും തിരിഞ്ഞു പോകുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ശരിക്കും നല്ല പക്ക പ്രൊഫഷണൽ ഡ്രൈവർ ഓടിക്കുന്ന അതിൻ്റെ ഒരു പടി മുന്നിലാണ് കേട്ടോ ഈ വണ്ടി ഓടിക്കുന്നത്. കാരണം നമ്മൾ പോലും ഓടിക്കുമ്പോൾ ചില സ്ഥലത്ത് ഇച്ചിരൂടെയും സ്മൂത്തായിട്ടൊക്കെ എടുത്ത് പോണ രീതിയിൽ ആ ഒരു സ്ഥലത്ത് ഇത് വളരെ ഫാസ്റ്റായിട്ട് അത്ര ഒപ്റ്റിമം ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അത്ഭുതമുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ചൊരു ലാഗോ കാര്യങ്ങളോ ഒക്കെ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ലാഗും ഇല്ല. വളരെ കൃത്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ റോഡുകളൊക്കെ നമുക്കറിയാലോ, നല്ല തിരക്കാണ്. ചെറിയ റോഡുകളാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഡ്രൈവർ ഇല്ലാതെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി 3 മിനിറ്റ് കൂടി ഉണ്ട് എത്താനായിട്ട്. നമ്മൾ വെനീസ് കനാൽ ഏരിയയിലേക്കാണ് പോകുന്നത്. എന്തല്ലേ കാറും നല്ല സ്മൂത്ത് ഡ്രൈവ് അല്ലേ? നല്ല ക്ലീന്, അത് തന്നെ. നല്ല സുഖം. അതെ, ഇപ്പൊ നമുക്ക് ഇത് എടുത്തപ്പോ പുതിയ കാർ എടുക്കാൻ തോന്നുന്നു അല്ലേ? ശരിക്കും നമുക്ക് മേടിക്കാൻ പറ്റുമോ ഡ്രൈവർലെസ് കാർ? ആ, മേടിക്കാൻ പറ്റും നമ്മുടെ പേഴ്സണൽ യൂസിന്. പിന്നെ അത് ടെസ്ലയ്ക്ക് ഉണ്ടല്ലോ പണ്ട് പോലെ. പിന്നെ അത് ഇത്രയും ഇതാണോന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ടെസ്ലയ്ക്കൊക്കെ ഇറങ്ങിയിട്ട് വർഷങ്ങളായി, മോർ ദാൻ 5 years ആയി തന്നെ. ഇതൊക്കെ ഇവിടെ എത്തിയപ്പോ കറക്റ്റ് സൈഡിലേക്ക് ഒതുക്കുവാണ് കേട്ടോ. ഞങ്ങളെ എവിടെയാ നീ ഇറക്കി വിടാൻ പോകുന്ന മുത്തേ? ഇതൊക്കെ ഒരു ചെറിയ വഴിയിലേക്ക് കയറണം കേട്ടോ. അതും ഫാസ്റ്റ് ആയിട്ടാണ് കയറുന്നേ. ഭയങ്കര ഒരു വലിയൊരു ഡ്രൈവർ ഓടിച്ചു പോകുന്ന പോലെ കയറുന്നേ. നമ്മളാണെങ്കിൽ കുറച്ചുകൂടി പല ചെയ്തത്. ഓക്കെ, നമ്മൾ എത്താറായി. ഒരു സാധനം വണ്ടിയിൽ വെച്ചിട്ട് പോകരുത്. ഫോൺ എടുക്കുക. വണ്ടി അവിടെ ഒരു വണ്ടി റിവേഴ്സ് എടുത്തപ്പോ അവര് ഈ വണ്ടി നിർത്തിയിട്ടോ. എത്താറായി. പ്ലീസ് ബക്കിൾ യുവർ സീറ്റ് ബെൽറ്റ്. ഞാൻ സീറ്റ് ബെൽറ്റ് എടുത്തായിരുന്നു. കണ്ടത് ഇതൊക്കെ. അത് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാൻ കേട്ടോ നിർത്താനായിട്ടുള്ളേ. നല്ല സ്ഥലം കിട്ടാത്തോണ്ട് അളിയനിങ്ങനെ നോക്കി പോവാണ്. ആ മ്യൂസിക് കുറയ്ക്കാൻ പറ്റുമോ? ഓക്കെ. ഓക്കെ, അപ്പൊ എല്ലാം മനസ്സിലായല്ലേ? ഓക്കെ, താങ്ക് യു മുത്ത. ഇനിയിപ്പോ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ട്രിപ്പ് പോണ്ടേ? ഇനിയിപ്പോ ഓക്കെ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ഡ്രോപ്പ്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ട്രിപ്പ് പോയാലോ? അത് നോക്കാം. വന്നേ, വാ, ഇറങ്ങ. താങ്ക് യു. ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ പരിപാടികൾ. നമുക്ക് അടുത്തത് ബുക്ക് ചെയ്യണത് ഒന്ന് നോക്കാം. ഇതാണ് വണ്ടി. ഇത് പിടിച്ചേട്ടാ, ഇത് പിടിച്ചേ. വേഗം ഒരു വീഡിയോ എടുക്കട്ടെ. അടിപൊളി, സൂപ്പർ. മോനെ, ഇനി അടുത്തത് ബുക്ക് ചെയ്തോടാ. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. അത് ഞാൻ നിന്നപ്പോ തന്നെ അത് ബ്രേക്ക് ചെയ്തില്ല. പിന്നെ പെട്ടെന്ന് പോവാ. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. എന്നെ പെട്ടെന്ന് പോണേ. ദേഷ്യപ്പെട്ട് ഡ്രൈവർ പോണാരിയാ പോണേ. ജാഗ്വർ ആണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അപ്പൊ പെരുന്നാൾ അടിച്ചു വിളിച്ചില്ലേ? കൊറേ നാളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇതിന്റെ അകത്ത് പോണം എന്നുള്ളത്. ഇവിടെ വന്നപ്പോ ബാംഗ്ലൂരൊക്കെ വന്ന പോലെ ഉണ്ടല്ലേ? ബാംഗ്ലൂർ ചെന്നൈയിലൊക്കെ വന്ന പോലെ ഉണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോ. അല്ല, ഇനിയിപ്പോ നമുക്ക് ആ വെനീസ് ബീച്ച് ഇവിടെ, വെനീസ് കനാൽ ഇവിടെ എടുത്താൽ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെനീസ് കനാൽ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഏരിയയിലാണ്. നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഭയങ്കര ഫേമസ് ആണ് ഈ സ്ഥലം. ഇതിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലൂടെ പോണ പോലെ ഉണ്ട്.
ഇത് നമ്മൾ ശരിക്കും നാട്ടിൽ കൂടെ പോണ പോലെ ഉണ്ട് കേട്ടോ. ഐഷ പറയുന്നത് ഇതിന് ഇന്ത്യ എന്ന് പേരിടണം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ മുമ്പ് ഈ സ്ഥലം ഇവിടെ വരാൻ ഉദ്ദേശിച്ച് വന്നായിരുന്നു, പക്ഷെ അവസാനം അത് വെനീസ് ബീച്ചിലേക്കായിപ്പോയി. കൊള്ളാട്ടോ, അടിപൊളി അല്ലേ? അതെ, വെനീസ് ബീച്ച്. ഫർസാദിനെ ഫാമിലി അവരെ ഇങ്ങോട്ട് വരായിരുന്നല്ലേ, പക്ഷെ നമ്മൾ വളരെ അൺപ്ലാൻഡ് ആയിപ്പോയില്ലേ. നമ്മൾ ആ വണ്ടിയിൽ കയറാൻ വേണ്ടി നോക്കിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന് കാണണം എന്ന് വിചാരിച്ച ആ ഒരു ലൊക്കേഷനിലേക്ക് ജസ്റ്റ് വന്നതാട്ടോ. അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരുന്നുണ്ടായിരുന്നില്ല. ഈ വണ്ടി നമ്മളൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്തിനോട് അടുത്തുള്ള ലൊക്കേഷൻ ഏതാ നല്ലതെന്ന് നോക്കിയപ്പോഴാണ് ഞാനിത് കണ്ടത്. ഇത് കണ്ടോ, അടിപൊളിയാട്ടോ. നമ്മൾ പണ്ടേ വരേണ്ടതായിരുന്നു ഇവിടെ. ഞാൻ ഈ സ്ഥലം പണ്ട് അന്വേഷിച്ച് വന്ന് നമ്മൾ ബീച്ചിൽ വന്ന് പോയി, അപ്പോൾ അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മളിവിടെ വന്നേനെ. അടിപൊളി താറാവുകളൊക്കെ നിൽക്കുന്നു. പക്ഷെ ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നതിലും ഭയങ്കര അടിപൊളി ഒരു ആംബിയൻസ് ആയിട്ട് ഇവിടെ. കാരണം നമ്മൾ നാട്ടിൽ ചെന്ന ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എങ്ങനെ ഏതാ? അത് ഓരോ വീട്ടുകാർക്കുള്ള ഇരിക്കാനുള്ള സ്ഥലം തോന്നുന്നു കേട്ടോ അല്ലേ? ചെറിയ ചെറിയ വള്ളങ്ങൾ, ഇതാ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മളിവിടെ വന്നിട്ട് അങ്ങനെ അധികം കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ലോസ് ആഞ്ചൽസിൽ. പക്ഷെ നമ്മൾ ട്രിപ്പ് പോകുന്ന സ്ഥലത്ത് എല്ലാ ഇടങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ അടിപൊളി അല്ലേ? ഇത് ഭയങ്കര ഒരു ഹിഡൻ ജമ്മാണ് കേട്ടോ ഇവിടെ ലോസ് ആഞ്ചൽസിൻ്റെ ഈ ഒരു വെനീസ് കനാൽ ഏരിയ. അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാം, റൈറ്റിലേക്ക് നടക്കാം. അതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ വണ്ടി ബുക്ക് ചെയ്യാം. മോനെ ഉറക്കം വരണ്ട, ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റതായിട്ടോ, അതുകൊണ്ടാണ് മോനൊക്കെ ഉറക്കം തൂങ്ങുന്നത്. വീടുകളും ഒക്കെ ആയിട്ട് ഒരു ഫോട്ടോ എടുക്കാം അല്ലേ? ഓക്കെ, എന്നാ അവിടെ പോയി നിൽക്കാം. നമ്മുടെ നാട്ടിലുള്ള അതേ സെയിം താറാവുകൾ കേട്ടോ, ഒരു വ്യത്യാസമില്ല. ചിലപ്പോ മറ്റേ ബോട്ടിൽ ഇരിക്കുന്ന രണ്ടെണ്ണം അമ്മയും ഉമ്മച്ചി ഭാഷയായിരുന്നു. അമ്മയും ബാക്കിയുള്ളതൊക്കെ കുഞ്ഞാണ്. ഓക്കെ, നമുക്ക് കുറച്ച് നടക്കാം. യെസ്, നല്ല അടിപൊളി വീടുകളാണ് കേട്ടോ ഇതിനോട് ചേർന്നായിട്ടുള്ളത്. ഇത് ലോസ് ആഞ്ചൽസിൻ്റെ പാർട്ടാണ്. സാന്റാ മോണിക്ക പിയറിനോട് അടുത്തായിട്ടാണിത്. കണ്ടില്ലേ ഓരോ വീടുകൾ. പക്ഷെ ശരിക്കും നമ്മളൊരു ഉൾനാടൻ ഗ്രാമത്തിൽ വന്ന ഒരു ഫീലിംഗ് ആണ് ഇവിടുത്തെ ഈ ക്ലൈമറ്റും എല്ലാം. ടൂറിസ്റ്റുകളൊക്കെ അതിൽ നടന്നു വരുന്നുണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ച രാവിലെ കൊണ്ട് അധികം പേര് ഇങ്ങോട്ട് വരില്ല കേട്ടോ. കുറച്ച് പിന്നെ ഇന്ന് മഴയുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരിക്കും. ഇത് കണ്ടോ, വേറെയും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നോക്കിയോ, കനാൽ ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വഴി ഇങ്ങോട്ടായിരുന്നു, പക്ഷെ ഇവിടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് അങ്ങോട്ടേക്കുണ്ട്. എന്താ ഭംഗി അല്ലേ മോനെ? സൂപ്പർ ഒരു സ്ഥലം. എൻ്റെ സൈഡിൽ വീടുകൾ ഇങ്ങനെ. ശരിക്കും കടലിൻ്റെ സൈഡിൽ താമസിക്കുമ്പോൾ കുറച്ചുകൂടി തിരമാലകളും ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കാമായിട്ടുള്ളൊരു ഏരിയ ഉണ്ടോ. നമുക്ക് ഇതിൻ്റെ ഫ്ലോറ് കാണാൻ പറ്റും. കുറച്ച് കക്കയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. ചിലപ്പോൾ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. എന്താ ഇവിടെ ഒരു സ്കെലിറ്റൻ ഇരിക്കുന്ന നോക്കിയേ. ഇത് മറ്റേ ഹാലോവീൻ്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വല്ലതും വച്ചിരിക്കുന്നതായിരിക്കും. ഇത് ഓരോ വീടിൻ്റെയും ഒരു കടവാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ വീടിൻ്റെയും സൈഡിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ ബോട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. നല്ല അടിപൊളി ചെടികളൊക്കെ. ലോസ് ആഞ്ചൽസിന് ഇങ്ങനൊരു മുഖം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഞാനിത് നെറ്റിൽ നോക്കും കാണും, ഇവിടെ വരുമ്പോൾ കാണൂല. അതായിരുന്നൊരവസ്ഥ. ഇന്ന് നമ്മൾ ഏതായാലും നമ്മുടെ ഡ്രൈവർലെസ് കാർ നമ്മളിവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇതാ ഇത് നോക്കിയാൽ അവിടെ നമ്മളൊരു ലെഫ്റ്റിലേക്ക് ഒരു കനാൽ കണ്ടു. ഇതാ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു കനാൽ റൈറ്റിലേക്ക് പോകുന്നുണ്ട്, നേരെ അങ്ങോട്ടും പോകുന്നുണ്ട്. എന്നെ ഇവിടെ അത്ഭുതപ്പെടുത്തിയത് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു 2 നില വീടുകളാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനത്തെ നാട്ടിലുള്ള അതേ സ്ട്രക്ചറിൽ ഞാനിവിടെ ആദ്യമായിട്ടാണ്. അതായത് എടി ഇവിടെ കളറും ഡിഫറെൻറ്റ് കളർ അടിച്ചിട്ടുണ്ടല്ലേ വീടുകൾക്ക്. ഇത് ഉണ്ട്, അതെ ഇങ്ങനെ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. അതാ
യെല്ലോ കളർ, യെല്ലോ അല്ല, പക്ഷേ നമ്മുടെ അവിടെയൊക്കെ എല്ലാ ഫ്ലാറ്റിനും ഓൾമോസ്റ്റ് ഒരു കോമൺ കളറായിരിക്കും, ഒരു 2 ഷെയ്ഡാണ് മിക്കവാറും ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ പല കളറുകൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നടന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഒരു റോഡിലേക്കാണ് കേട്ടോ വരുന്നത്. ഇത് സ്ട്രീറ്റ് ഏതാണെന്നുള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല. അവിടെ നിന്നൊരു സ്ട്രീറ്റ് പോകുന്നുണ്ട്. ഇവിടം വരെയുള്ളൂ ഇത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും കനാലില്ല. അപ്പോൾ നമുക്കിനി ഇപ്പുറ സൈഡിൽ കൂടെ അങ്ങോട്ട് നടന്നു അല്ലേ? തണുക്കുന്നുണ്ടോ? നല്ല സ്മെല്ല് വരുന്നുണ്ടോ ഇതിൻ്റെ? ഓക്കെ. ആരോ എന്തോ പൊരിക്കുന്നു. കൂടാതെ നമ്മുടെ നാട്ടിലെ കൊക്ക് അവിടെ നിന്ന് മീൻ പിടിക്കുന്നു. വീടുകളൊക്കെ ഉണ്ടോ? എന്ത് രസമല്ലേ. എനിക്ക് ഈ കൊച്ചു കൊച്ചു വീടുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി. ഒരു പെണ്ണ് അവിടെ നിന്ന് വള്ളം തുഴഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ അവിടെ നിന്ന് വന്ന് ഇങ്ങനെ കറങ്ങിയടിച്ച് വന്നതാണ്. പക്ഷെ അത് ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് കനാലിൽ അടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു പോകാം. പെരുന്നാളിന് നമുക്ക് ഒരുപാട് ഫുഡൊക്കെ കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ നമുക്ക് നടന്ന് കുറച്ച് വിശപ്പൊക്കെ ആക്കിയെടുക്കാം. എന്താണ് എല്ലാ വീട്ടിലും അവർ ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫേസിംഗ് ആയിട്ട് ഇരിക്കാനായിട്ടല്ലേ. നല്ല ഹീറ്ററും വെച്ചിട്ടുണ്ട്. പിന്നെ തീയൊക്കെ കത്തിച്ചിട്ട് വേണമെങ്കിൽ ഇരിക്കാം. അങ്ങനെ എല്ലാ വീടിന്റെ സൈഡിലും അങ്ങനെയുണ്ട്. അതെ. പൂച്ചനെ കണ്ടിട്ട് ഐഷയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ അതോടെ പോയി കള്ളം പൂച്ച. വീടിന്റെ സൈഡൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയെന്നല്ലേ. നല്ല അടിപൊളി. ഇവിടുത്തെ ക്ലൈമറ്റ് ആയിട്ട് ഏറ്റവും പ്രത്യേകത നല്ല ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തണുപ്പും, അതുപോലെ തന്നെ ഇപ്പോൾ വെയിലില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയാണ് ഇപ്പം. ഇവിടെ പുള്ളി താറാവിന് തീറ്റ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു കേട്ടോ. അതെ, താറാവുകൾക്ക് തീറ്റ കൊടുക്കുന്നു. നമ്മുടെ നാട്ടിലെ താറാവ് തന്നെ അല്ലേ. വീണ്ടും നമ്മൾ അടുത്ത പാലം കാണുന്നു കേട്ടോ. ആ പാലം കയറി വരുന്നത് വേറൊരു സ്ട്രീറ്റിലേക്കാണ്. ഈ സ്ട്രീറ്റിൻ്റെ പേര് നോക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോകണം. ഇതിൽ വരുമ്പോൾ വണ്ടികളൊക്കെ വരുന്നുണ്ടോ? വണ്ടികളൊക്കെ വരുന്നൊരു റോഡാണ്. അങ്ങോട്ടേക്കുണ്ട് റോഡ്. റോഷ്നി അങ്ങോട്ടേക്കുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അവിടെയുണ്ട്. ഇത് വേറൊരാൾ തുഴഞ്ഞു വരുന്നുണ്ട്, ആദ്യം കണ്ട ആളല്ലാതെ. ഇത് കടലിലും ഇത് വെച്ചിട്ട് ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ ഓരോ കനാലുകളുണ്ട് കേട്ടോ. കാരൽ കനാൽ, ലിന്നി കനാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതുപോലെയുള്ള ഓരോ സ്ട്രീറ്റുകൾക്കായിരിക്കും ആ ഒരു പേര് പറയുന്നത്. വെനീസിലെ ആ ഒരു മോഡലിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. പക്ഷെ ഒരുപാട് ഓൾഡാണ് കേട്ടോ. ഇപ്പോഴൊന്നും ഉണ്ടാക്കിയിരിക്കുന്നതല്ല. നമുക്കെന്നാ പോയാലോ? ഇനി അങ്ങോട്ട് നടന്നു പോയേക്കണോ? അതെ, അങ്ങോട്ടേക്ക് കൊണ്ടിട്ട് അവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നിടത്തേക്ക് നമുക്ക് ഇതിലേ പോവാം. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് നടന്ന് അങ്ങനെയുള്ള സ്ട്രൈറ്റ് കനാലല്ല പോയത്. എന്നിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ദേ ആ കാണുന്ന പാലം അടുത്ത കനാലാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഒരു പാലം കഴിഞ്ഞു. അതുകൊള്ളത് ഇവിടെ പാർക്കുണ്ട്. നമ്മുടെ ഇവിടെയുള്ള മലയാളി ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ലിന്നി കനാൽ പാർക്ക് കൊള്ളാട്ടോ, അടിപൊളി. വീണ്ടും അടുത്ത കനാലിൻ്റെ ഏരിയയിലേക്ക് എത്തിട്ടോ. ഇത് കുറച്ചൊന്നും അല്ലാട്ടുള്ളൂ, ഒരുപാടുണ്ട്. ഇവിടെയും ടൂറിസ്റ്റുകളാണ്. നമ്മൾ ആദ്യം നിന്ന് ആ കനാലിലാണ്, ആ കാണുന്ന പാലത്തിൻ്റെ അവിടെയാണ്. ഇവിടെയുണ്ട്. പിന്നെ അത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ റോഡ് ഇവിടെ ഇങ്ങനെ കയറ്റം പോലെ കാണാം. അത് ഓരോ പാലങ്ങളാണ്, ഓരോ കനാലുകൾ ക്രോസ് ചെയ്ത് പോകുന്നത്. അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര സംഭവമാണ്. ലോസ് ആഞ്ചൽസിൽ ഇവിടെ വരാത്തവർ തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ. അടിപൊളി ഒരു സ്ഥലമാണ്, ഒരു സംശയമില്ല. എന്ന് പറയണേ, നമുക്ക് നാട്ടിലുള്ളവർക്ക്
നാട്ടിലുള്ളവർ ഇവിടെ വരുമ്പോൾ നാട്ടിലെ പോലെ ജീവിക്കാൻ പറ്റിയ ഒരു കിഡ്ലൻ സ്ഥലം അല്ലേ? നാട്ടിലാണ്, ഇവിടെ വന്നിട്ട് മാത്രമാണ് നമുക്ക് നാട്ടിലെ ഒരു കംപ്ലീറ്റ്ലി നാട്ടിലെ ഒരു ഫീലിംഗ് തോന്നിയത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പല കളറുള്ള പെയിൻറ് പറഞ്ഞല്ലോ, അതാ ഇത് നോക്കി, ഇത് ബ്ലൂ ആണ് കേട്ടോ, ഡാർക്ക് നേവി ബ്ലൂ. അത് കാണുന്ന ഒരു റെഡാണ്, ഇത് നേവി ബ്ലൂ. നമ്മുടെ ഇറ്റലിയിലെ വെനീസ് ആ ഒരു സ്ഥലത്തിൻ്റെ കളറുകളൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നതായിരിക്കും അല്ലേ? വീണ്ടും നമ്മുടെ വെൺമ എത്തിയിട്ടോ. അതെവിടെ നിർത്തണമെന്നറിയില്ല. ഉണ്ടോ, ഇനി നമ്മൾ പുറകെ കിടക്കേണ്ടി വരും. അതവിടെ എൻ്റെ ബാക്കിലൊരു വണ്ടി ഉള്ളതുകൊണ്ട് അതവിടെ നിർത്തണ്ട്. വണ്ടികൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് അതവിടെ വെയിറ്റ്. യെസ്, നമ്മുടെ വെൺമോ വീണ്ടും എത്തിയിരിക്കുകയാണ് ഗൈസ്. വെൺമോ എന്ന് നമ്മുടെ പേയ്മെന്റ് ആപ്പ് ഉണ്ട്, അത് പറഞ്ഞു വെൺമോ എന്നായി പോയി. ആയിഷ ഫ്രണ്ടിൽ കയറണല്ലോ. ഓക്കെ, ഫോട്ടോ വേണ്ട, ഇനി ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ നമുക്ക് അടുത്ത് നിന്നിട്ട് എടുക്കാം. ആരെങ്കിലും കേറ, നീ കേറ ഐഷ കേറിക്ക. ഐഷയിൽ ആദ്യം പോയത്, അപ്പൊ ഐഷ ഇരിക്കട്ടെ. ബാ കേറ. യെസ്, 4 പേർക്ക് യാത്ര ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് റൈഡ് കൊടുക്കും. മോനു ഐഷ കൊടുക്കണോ? ആയിഷ സ്റ്റാർട്ട് റൈഡ് കൊടുത്തു ഓൾറെഡി. നമ്മുടെ വളരെ ചെറിയൊരു റോട്ടിൽ കൂടെ ആയിട്ടാ പോകുന്നത്. കൊള്ളാം, എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും ഭയങ്കര ഓക്കെ, നല്ല പ്രൈവസി ഉണ്ടല്ലേ, നമ്മള് അടിപൊളിയായിട്ട് പോകാം. പക്ഷെ ഇതിനകത്ത് ക്യാമറയൊക്കെ ഉണ്ടാവുമായിരിക്കും അവർക്ക് കാണാനായിട്ട്, സേഫ്റ്റിയുടെ പാർട്ടായിട്ട് ക്യാമറയൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് മേളിൽ ഗ്ലാസ് ആണ് കേട്ടോ. പിന്നെന്താ സ്പീക്കർ. യാത്ര നല്ല ജാഗ്വാറിൻ്റെ വണ്ടിയാണതല്ലേ, അതുകൊണ്ടാണ് യാത്ര നല്ലൊരു അടിപൊളി കംഫർട്ടാണ്. നമ്മുടെ വണ്ടി ഇറങ്ങി മറിയും. മോനിക്കതാണ് ഇഷ്ടം. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഏകദേശം സാന്റാമോണിക്ക. ഇത്രയും അടുത്താണ് അപ്പോൾ അല്ലേ? പള്ളിയുടെ അവിടെ നമ്മൾ അധികം ദൂരം പോകുന്നുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, മെട്രോയുടെ ബസ് അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ യാത്ര നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ സൈഡിലൊരു കാറുണ്ട്. ഭയങ്കര കറക്റ്റായിട്ടുള്ളൊരു എന്താ പറയുന്നത്, ഡ്രൈവിംഗ് ആണ് വണ്ടിയുടെ. നമ്മളിവിടെ റൈറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് റൈറ്റിലേക്ക് എടുക്കാനായിട്ട് നേരെ വന്നിട്ട് റൈറ്റിലേക്ക് മാറുന്നു. ഇവിടെ ഒരു പെഡസ്ട്രിയൻ നിൽക്കുന്നുണ്ട്. ആ പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യണ്ടെന്ന് നോക്കുന്നു, ഇല്ലെന്ന് മനസ്സിലാക്കുന്നു, തിരിയുന്നു. എൻ്റെ പൊന്നെ, എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ ഇത്രയും വലിയ അപ്ഡേഷനൊന്നും. ഇതൊന്നും ചിന്തിക്കാവുന്നതിൻ്റെ ഒരു റോക്കറ്റ് വിടുന്നത് പിന്നെയും കുഴപ്പമില്ല, ഇതൊക്കെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. അസാധ്യം. ഐഷ പേടിയാവണ്ട ഫ്രണ്ടിൽ ഇരുന്നിട്ട്. ശരിക്കും ഒരുപാട് ഇഷ്ടമായി. ഏതായാലും നമുക്ക് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ മോൻ ഫ്രണ്ടിൽ. മോനെ ആദ്യം പറഞ്ഞില്ല ഐഷ ഓടി പോയിരുന്നോണ്ട് ഐഷയായിരുന്നു. മോനെ ആദ്യം പോയിരുന്നെങ്കിൽ വാപ്പിച്ച് മോനിരുത്തി തന്നെ. ഓക്കെ, വെരി ഗുഡ് ബോയ് ആണ്, ഗുഡ് ബോയ്. നിർത്താൻ പറയാം. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയാം അല്ലേ? സപ്പോർട്ടുണ്ട്, കോൾ ചെയ്യാൻ വേണ്ടി ഇവരെ വിളിക്കാൻ പറ്റും. എന്താ പറയണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്കും അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇപ്പോൾ ഒരു സിഗ്നലിൽ നിർത്തിയേക്കാണ്, കണ്ടില്ലേ? കുറേ വണ്ടികളുണ്ട്. ഇവിടെയുള്ള ആളുകളും അത്ഭുതത്തോടുകൂടി നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളും നോക്കി നിൽക്കാറുണ്ട് പല പ്രാവശ്യം. ഇവിടെ വരുമ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നും നമുക്കിതിങ്ങനെ പോണ കാണുമ്പോൾ.
Don't let your belongings ride solo. മറ്റേ Grab your phone now. നമ്മൾ എത്താറായെന്ന് പറയണേ നമ്മുടെ ഫ്ലൈറ്റിൽ പറയുന്ന പോലെ ഉണ്ടല്ലേ. നമ്മുടെ കാർ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിക്ക് ചെയ്തോടെ തന്നെ കൊണ്ടുവിടാൻ പോകുന്നതാണ്. എൻ്റെ പൊന്നെ എന്താ സംഭവം ഞാൻ ആലോചിക്കണേ. മുത്തേ നീ പൊളിയടാ പൊളി. You're here. Please make sure it's clear before exiting. ഷുവർ താങ്ക് യു. ഐഷ എന്നാ ചെയ്യണേ അവിടെ? ഹഗ് ചെയ്യണയാ? എൻ്റെ പൊന്നെ ബാ ബാ ബാ. അത് മതി. ഒരാളെ ഫ്രണ്ട് കയറിക്ക അപ്പൊ പോരാ. ഓക്കെ ബൈ ബൈ. ബൈ ബൈ പറഞ്ഞപ്പോ പോവാൻ പോകുന്നുണ്ട് കേട്ടോ. അടിപൊളി സൂപ്പർ സൂപ്പർ. നമ്മള് ഇവിടുന്ന് വിളിച്ചു കൊണ്ടുപോയി ഇറക്കി വിട്ട് പോകുന്നു. എന്നെ മോനെ നിന്നെ സമ്മതിക്കണം. ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ വണ്ടികൾ പോവാനായിട്ട്. ഇവിടുന്ന് വണ്ടികള് പോയി കഴിയുമ്പോൾ ആ വണ്ടിയുടെ ഇടയ്ക്ക് അത്രയും ഗ്യാപ്പിലത് എടുത്തു വിട്ടത്. ഇത്രയും ഇങ്ങനെ ഒരു വണ്ടി വരുമ്പോൾ നമ്മളാണെങ്കിൽ എടുക്കില്ല കേട്ടോ. എൻ്റെ പൊന്നെ ഐ തിങ്ക് ഒരു മനുഷ്യനേക്കാളും വലിയൊരു സംഭവമാണ് ഓടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് പ്രിസിഷൻ ഡ്രൈവിങ്ങാണ്. എൻ്റെ പൊന്നു ഇപ്പം എടുത്തോണ്ട് പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്ര കറക്റ്റായിട്ട് എടുത്തോണ്ട് അങ്ങനെയൊന്നും വണ്ടി വരുമ്പോൾ നമ്മളെടുക്കില്ല. ഇവിടെയൊക്കെ അങ്ങനെ എടുത്തില്ലെങ്കിൽ വണ്ടി ഓടിക്കാനും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് അത്രയും വണ്ടികൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് വളരെ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് പോയി. അടിപൊളി സൂപ്പർ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എക്സ്പ്ലോറിങ് എന്താ പെരുന്നാളായിട്ട്? ഭക്ഷണം. ഓ അത് ശരി. ഓക്കെ ഓക്കെ. റോഷനി ഭയങ്കര ദേഷ്യപ്പെട്ടാണല്ലോ വണ്ടി ഓടിക്കുന്നത്. എന്താ? ഓക്കെ സമയം 11:30 നമ്മൾ രാവിലെ 4 മണിക്ക് എണീറ്റല്ലേ. അപ്പം നല്ല വിശപ്പുണ്ട്. കുട്ടികളൊക്കെ ഉറങ്ങി തുടങ്ങി. നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗണിൻ്റെ ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോസ് ആഞ്ചൽസിലെ എവിടെ നിന്നാലും കാണുന്ന ആ ഒരു വലിയ ബിൽഡിംഗ് ആണ് നമ്മൾ കാണുന്ന US ബാങ്കിൻ്റെ ബിൽഡിങ്. ആ റൗണ്ട് വട്ടത്തിൽ കാണുന്ന. ഫൈനലി നമ്മൾ വീട്ടിലേക്ക് എത്തി. ഐഷയ്ക്ക് വണ്ടിയിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. നമ്മൾ നിസ്കരിക്കാനെടുത്ത കവറുകളും ഒക്കെ കയ്യിലുണ്ട് കുട്ടികളുടെ. നമ്മുടെ ഉസ്മാനിക്കാടെ ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറാൻ പോകുന്നു. നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. സമയം 12:30 വേറെ ട്രിപ്പൊന്നും പോയില്ല. ചെറിയൊരു കാർമേഘമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വേറെ ട്രിപ്പൊന്നും പോയില്ല. പക്ഷെ എന്നാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് തുറക്കാമെന്ന് വിചാരിച്ചു. ഈ കള്ളനും ഈ കള്ളിയും ഓൾറെഡി പൊട്ടിച്ച് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു. പക്ഷെ ഞാനും റോഷനി നീ കണ്ടായിരുന്നോ? ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല. കവറൊക്കെ കീറി പൊളിച്ച് വെച്ചേക്കുവാണ്. പക്ഷെ എന്നാലും ഒന്ന് കാണിച്ചു തരാം കവറ്. ഇതാണ് നമ്മുടെ കവറ്. അപ്പം നമ്മുടെ ഗിഫ്റ്റ് അങ്ങനെ പെരുന്നാൾ ഗിഫ്റ്റ് പൊട്ടിക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഡ്രസ്സാണ് അല്ലേ? ഓക്കെ ഇതെന്തത്? പാൻറ്. ഓക്കെ ഇതെ ഒരു പാൻറ്. ഇത് മോനക്കായിരിക്കും അല്ലേ? മോനക്കായിരിക്കും. ഇതൊരു ഒഫീഷ്യൽ പാൻറ്റാണല്ലോ. പണ്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള ടൈപ്പ് ഒരു പാൻറ്. അടിപൊളി പാൻറ്. പിന്നെ അടുത്തതായിട്ട് വാവ് ഇത് അടിപൊളിയാണല്ലോ. എന്താ? മസ്റ്റ് ബി നൈസ്. ഇത് അടിപൊളി സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് മോൻക്ക് വേണോ? അത് ശരി. ഓക്കെ അടിപൊളി കേട്ടോ സൂപ്പർ. ഇത് നമുക്ക് തണുപ്പത്ത് ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയെന്നാണ്. മഴയത്ത് ഉപയോഗിക്കാം കേട്ടോ. ഇത് മഴയത്ത് ഉപയോഗിക്കാൻ പറ്റൂടാ. ഓക്കെ സൂപ്പർ. ഭയങ്കര ഇഷ്ടമായി പോയിട്ട് എനിക്കത്. നെക്സ്റ്റ് വീണ്ടും ഒരു പാൻറ്.
ഓ അപ്പം മറ്റേ പാൻറ് മോനക്കും ഇത് ഐഷയ്ക്കുമാണ്. യെസ്. പക്ഷെ അത് അതെ അതെ, ഇത് റോഷ്നിക്കാണോ? അത് വാപ്സിക്കായിരിക്കും. ഇത് ഇത് റോഷ്നിക്കായിരിക്കും. അത് വൈറ്റ് ലേഡീസിന്റെ ആയിരിക്കും. ആണോ? എന്തായാലും ഇത് മോനിക്കല്ല, ബിഗ്. ഇത് ഫോർ മീ, ദിസ് ഈസ് ഫോർ മീ ഐ തിങ്ക്, ഓർ റോഷിനി. അങ്ങനെ ഇമാജിൻ ചെയ്യാം കേട്ടോ. ഉസ്മാനിക്ക ഒന്ന് നേരിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ ഇത് ആർക്കാന്ന് അറിയാമായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഫിറ്റ് ആവണവരാ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ദേ വീണ്ടും യെസ്, വാവ്, അടിപൊളി ഒരു വലിയ ഹുഡി. ഓ ദിസ് ഈസ് നൗ ഐ ഗോട്ട് ഇറ്റ്, ദിസ് ഈസ് ഫോർ മീ. ഇത് ഇത്രയും വലുത് നിങ്ങൾക്ക് പാകാവില്ല. കാരണം ഉണ്ടല്ലോ, ഇല്ല ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഗിഫ്റ്റ് ഇക്കാക്കാക്ക് കിട്ടി, രണ്ടാമത് ഐഷയ്ക്ക് കിട്ടി, ഇത് ബാബുജിക്കും ഉമ്മച്ചിക്കും. നോ ദിസ് ഈസ് ബിഗ്. സോ നോ, ഇത് നിനക്ക്. ഓക്കെ, ഇത് നിനക്ക്. മേ ബി ദിസ് ഈസ്, എനിക്ക് തോന്നുന്നു എനിക്കാന്ന് തോന്നുന്നു. കണ്ട, എനിക്ക് ഇങ്ങനത്തെ പാൻറ് ഉണ്ടായിരുന്നു മുമ്പ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നോ ദിസ് ഈസ് മൈൻ. ഓക്കെ, പ്രോബ്ലം നമ്മൾ ഇന്റേണലി സോൾവ് ചെയ്തോളാം കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച് ഉസ്മാനിക്ക. ഞങ്ങൾ എന്താ പറയണേ, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ജസ്റ്റ് നമ്പർ തരുമോ, ഒന്ന് കാണുമോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എനി ടൈം വെൽക്കം. പ്രത്യേകിച്ച് ഇവിടെയുള്ളൊരു മലയാളീനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. പിന്നെ എന്താ പറയുന്നത്, ഇത്രയും പൈസ മുടക്കി ഇത്രയും ഒരു സ്നേഹം ഞങ്ങളോട് കാണിച്ചതിന് ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഈദ് മുബാറക്ക്. പിന്നെ വേറെന്താ, ഇനിയിപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരു ട്രിപ്പ് പോയത്. നമ്മുടെ അടിപൊളി ആ ഒരു എന്താ ഡ്രൈവർലെസ് കാറിൽ പോയി. പിന്നെ വേറെന്താ പോയി മോനും? പിന്നെ വെനീസ് കനാലിൽ പോയി. പിന്നെ നമ്മൾ വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അടിപൊളി ഒരു പെരുന്നാളായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കണം, കാരണം ഇത്രയും നാൾ നോമ്പായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ലേറ്റായിട്ട് കിടന്ന് ഇവർ മൈലാഞ്ചി ഇടൽ കണ്ടില്ല. മൈലാഞ്ചിയൊക്കെ നമ്മൾ ആദ്യം കാണിച്ചു തന്നില്ല. ഇനി വീണ്ടും മൈലാഞ്ചി ഇടണം എന്ന് പറഞ്ഞു. ഇനി മൈലാഞ്ചി ഇടാൻ കയ്യിൽ സ്ഥലം പോലും ഇല്ല, എന്നിട്ട് വീണ്ടും മൈലാഞ്ചി ഇടണം എന്ന് പറഞ്ഞത്. ഇന്നലെ രാത്രി മുഴുവൻ മൈലാഞ്ചി ഇടലായിരുന്നു. ഇവർ ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്നത്, ഞാനും ലേറ്റായിട്ടാണ് കിടന്നത്. എന്നിട്ട് ഞങ്ങൾ രാവിലെ 4 മണിക്ക് എണീറ്റതാണ്. ഇപ്പോൾ വീണ്ടും സമയം എത്രയായി? 1:30 ഇനിയിപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടണം. പിന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. മിക്കവാറും അടുത്തത് നല്ല അടിപൊളി ഒരു കിഡിലൻ വീഡിയോ ആയിരിക്കും. ഞങ്ങളിവിടുന്ന് കാലിഫോർണിയയിലെ ഡെത്ത് വാലി നാഷണൽ പാർക്കിൽ പോയിരുന്നു. അതിൻ്റെ നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത വീഡിയോയിൽ നമ്മുടെ ആ ഒരു ഡെത്ത് വാലി നാഷണൽ പാർക്കിൻ്റെ വീഡിയോ ആയിരിക്കും വരുന്നത്. അത് നമ്മൾ നോമ്പിലാണ് പോയത്. അപ്പോൾ ആ നോമ്പിൽ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ എന്നാലും സൂപ്പർ ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ഇനി നമുക്ക് ഡിസൈഡ് ചെയ്യാം.